മാതൃഭൂമി വേക്കപ്പ് കേരളയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കണ്ണൂർ കരിക്കോട്ടക്കരയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയുടെ വായിലെ മുറിവ് പടക്കം കടിച്ചുണ്ടായത് എന്ന് കണ്ടെത്തൽ. ആനയുടെ കീഴ്ത്താടിയെല്ലും നാക്കും തൊണ്ടയും വായുടെ മുൻഭാഗവും ഒക്കെ പൂർണ്ണമായും തകർന്നു. വായിലെ മുറിവിൽ പുഴുവരിച്ചിരുന്നു. സംഭവത്തിൽ വനം വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സിക്കുന്നതിനിടെയാണ് ചെരിഞ്ഞത്. ഫെലിക്സ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. ഈ കാട്ടാനകളെ നമ്മൾ ഈ മയക്കുവെടി വെച്ച് പരിക്കേൽക്കുന്ന സമയത്ത് മയക്കുവെടി വെച്ച് പിടിക്കുകയും പിന്നീട് അത് ചെരിയുകയും ചെയ്യുന്ന സംഭവം ഇതാ വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. അത്രയധികം വേദനയിലായിരുന്നു കാട്ടാന എന്ന് മനസ്സിലാകുന്നു. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു. ഈ കൃഷിയിടങ്ങളിലെത്തി കൃഷി നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായ ആരെങ്കിലും ഇത്തരത്തിൽ പൈനാപ്പിളിലോ മറ്റോ പടക്കം വെച്ചിട്ടുണ്ടാവാം എന്ന് കരുതാം, അല്ലേ? അങ്ങനെ ഒരു സംശയമാണ് മൊത്തം ഇപ്പോൾ വനംവകുപ്പ് പങ്കുവയ്ക്കുന്നത്. അതായത് പന്നിപ്പടക്കമാണ്. പന്നിപ്പടക്കം കടിച്ച് പൊട്ടി അങ്ങനെയാണ് ഈ കാട്ടാനയുടെ വായ്ക്ക് പരിക്കേറ്റത് എന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി. അതായത് ഈ കാട്ടാന ചെരിഞ്ഞ സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, വെറ്ററി സർജന്മാരടക്കം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് വാ പൂർണ്ണമായും തകർന്നു, ഒപ്പം തന്നെ താടിയെല്ല് പൊട്ടി തകർന്നുപോയി. വായ്ക്കും നാക്കിനും അതിൻ്റെ വായും നാക്കുമൊക്കെ തന്നെ പൂർണ്ണമായും തകർന്നു. തൊണ്ടയിലേക്ക് വരെ ഇതിൻ്റെ ആഘാതം എത്തി എന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഗുരുതരമായിരുന്നു ആനയ്ക്ക് ഈ പരിക്കേറ്റത്. അതുകൊണ്ട് തന്നെ 5 ദിവസത്തോളം പഴക്കമുള്ള പരിക്കായതുകൊണ്ട് തന്നെ 5 ദിവസമായി ഒരു തീറ്റ പോലും എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഈ ആന ഉണ്ടായിരുന്നത്. വനം വകുപ്പ് ഇറക്കിയിരിക്കുന്ന പത്രക്കുറിപ്പിൽ തന്നെ വ്യക്തമാക്കുന്നത് ജനവാസ മേഖലയിൽ നിന്നാണ് ഇത്തരം ഒരു സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് എന്നതുകൊണ്ട് തന്നെ ഇത് ഗൗരവമായി അന്വേഷിക്കും എന്നാണ് അറിയിക്കുന്നത്. അതായത് 11 അംഗ സംഘത്തെ ഇപ്പോൾ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. കണ്ണൂർ DFOയ്ക്കാണ് ചുമതല നൽകിയിട്ടുള്ളത്. അങ്ങനെ ഒരു അന്വേഷണം കൂടി ആരംഭിച്ചിട്ടുണ്ട്. ആരെങ്കിലും പന്നിപ്പടക്കം നേരത്തെ മോത്തി സൂചിപ്പിച്ച പോലെ തന്നെ പൈനാപ്പിളിലോ മറ്റോ ആനയ്ക്ക് കെണിയായി വെച്ചതാകാം എന്നുള്ള സംശയമുണ്ട്. അങ്ങനെ ആരാണ് ചെയ്തത്, അല്ലെങ്കിൽ അതാണോ സംഭവിച്ചത് എന്ന കാര്യത്തിലുള്ള വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ ഗുരുതരമായാണ് ആനയ്ക്ക് പരിക്കേറ്റത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആർള ഫാമിൽ നമുക്കറിയാം 2 പേരുടെ ജീവൻ നഷ്ടമായ സംഭവം കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതാണ്. അതിന് പിന്നാലെ ഈ ആർള ഫാമിൽ നിന്നും കാട്ടാനയെ തുരത്താൻ വനംവകുപ്പ് ഒരു ദൗത്യം തന്നെ നടത്തിയിരുന്നു. അങ്ങനെ തുരത്തുന്നതിനിടയിലാണ് ഫാമിൽ നിന്നും ഈ ആന ജനവാസ മേഖലയിലേക്ക് എത്തിയത്. ആ ജനവാസ മേഖലയിലേക്ക് എത്തുമ്പോഴാണ് ഈ ആനയിൽ ഈ ഒരു പരിക്ക് പറ്റിയതായി ശ്രദ്ധയിൽപ്പെടുന്നതും. അങ്ങനെയാണ് ഇന്നലെ കൂടുതലായി ഇറങ്ങി ജനവാസ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് വൈകാരികമായി ജനങ്ങൾ പെരുമാറുന്നു. പക്ഷേ അത് ഒരു തരത്തിലും നമുക്ക് അനുവദിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ചെയ്യാൻ നിങ്ങൾ മനസ്സിൽ കരുതിയിട്ടുണ്ട് എങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിനെതിരെ ശക്തമായ നിയമ നടപടികൾക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല, നമ്മൾ അല്പം മനുഷ്യത്വപരമായി കൂടി ചിന്തിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഭക്ഷണം പോലും കഴിക്കാനാവാതെ 3 ദിവസത്തോളമായി വായ്ക്കുള്ളിലൊക്കെ വലിയ മുറിവായി അത് പഴുത്ത പുഴുവരിക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നാണ് പറയുന്നത്. കുട്ടിയാനയായിരുന്നു. ഏതായാലും ആന മയക്കുവെടി വെച്ച് ചികിത്സയ്ക്ക് കൊണ്ടുവരുമ്പോഴേക്കും ചെരിഞ്ഞു എന്നതാണ് സത്യം.